സംസ്ഥാനത്ത് ആശങ്കയായി ദേശീയപാതകളിൽ വിള്ളൽ. കൂരിയാടിന് പിന്നാലെ മലപ്പുറത്തെ തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടു. അതേസമയം അപകടത്തിൽ മഴയെ പഴിചാരുകയാണ് NHA. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയില്ല എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് അപകട കാരണമെന്നുമാണ് NHA പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ പറയുന്നത്. നാളെ തന്നെ 3-അംഗ സമിതി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ R. വിനോദ് പറഞ്ഞു. കൂരിയാടിലെ വിള്ളലിൽ മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. So once the rain happens, through capillary action the water rises in the soil, which created the pore water pressure. So when pore water, that pressure, additional overburden pressure is exerted to the foundation. So that pressure which was exerted, that carried through below the foundation and went to the paddy field. And paddy field, the soil bulged out. When that pressure it has taken and it bulged out, that created the cavity. Our soil field was collapsed in the cavity. So that's how the events transpired there. And the expert committee will be visiting tomorrow, and after their report we will be taking the permanent measures which they will suggest. I am not aware of any unscientific construction. 3-അംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പാഡി ലാൻഡിലൂടെ കടന്നു പോകുന്നതായതുകൊണ്ടും പാഡി ലാൻഡിലൂടെ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്തുണ്ടായതുകൊണ്ടും പാഡി ലാൻഡിൽ ഒരു ബഡ്ജിങ് ഉണ്ടാകുകയും ആ ബഡ്ജിങ് ഈ പാസ് ചെയ്യുന്ന റോഡിനെ ബാധിച്ചു എന്നാണ് പ്രിലിമിനറി ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഈ എക്സ്പെർട്ട് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. UDF നേതാക്കൾ കൂരിയാട് സന്ദർശിച്ചു. മുബഷീർ P. അക്ബർ കൂരിയാട് നിന്ന് വിവരങ്ങളുമായി. മുബഷീർ, കൂരിയാട് റോഡിന്റെ സ്ഥിതി എന്താണ് കാണാനാകുന്നത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അവിടെ സന്ദർശിച്ചിരിക്കുന്നു. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയൊന്നും ഇല്ല, അതിന്റെ പ്രശ്നമല്ല എന്ന രൂപത്തിലാണ് അധികൃതരുടെ പ്രതികരണം, NHAയുടെ പ്രതികരണം. പക്ഷേ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ അവിടെ കാണാനാകുന്നത് മുബഷീർ? നിശ്ചയമായും അങ്ങനെയല്ല സ്മൃതി അവിടെ നിന്നും കാണാനാകുന്നത്. വിശേഷം ഇന്നലെ അപകടമുണ്ടായതിന് തൊട്ട് പിന്നാലെ ഇന്ന് ആ ഒരു മേഖലയിലെത്തിയ സമയത്ത് നാട്ടുകാർ നമുക്ക് കാണിച്ചു തന്നതാണ്. വിള്ളലുണ്ടായ പ്രദേശത്ത് വീണ്ടും കനാലുകൾക്ക് തുല്യമായിട്ടുള്ള വലിയ വിള്ളലുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആശങ്ക ആ മേഖലയിൽ വർദ്ധിച്ചു വരുന്നു. ഇന്നിപ്പോൾ അവിടെ നിന്നും 6 കിലോമീറ്റർ ഇപ്പുറത്തുള്ള തലപ്പാറയിലും സമാനമായ രീതിയിൽ ദേശീയപാതയുടെ മധ്യഭാഗത്ത് വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് ഈ വിള്ളലുകൾ രൂപപ്പെടാൻ കാരണം, അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതേസമയം ന്യായീകരണവുമായിട്ടാണ് ഇക്കാര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയും രംഗത്ത് വന്നിരിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമല്ല, മറിച്ച് ശക്തമായ മഴ പെയ്തതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദമാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. നാളെ വിദഗ്ധ സംഘം ആ ഒരു മേഖലയിൽ പരിശോധന നടത്തും. അതിനുശേഷം തയ്യാറാക്കുന്ന ഒരു പഠന റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും ഇനി ഒരു വിഷയത്തിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് NHAയും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ ന്യായീകരിക്കുന്നുണ്ട്. നാട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ 100 കണക്കിന് പരാതികൾ നേരത്തെ തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. സമാനമായിട്ടുള്ള വിഷയങ്ങൾ പല മേഖലകളിലും പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നും വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ, കാസർഗോഡും ദേശീയപാതയിൽ 2 ഇടത്ത് പ്രശ്നങ്ങളുണ്ടായി. ചെറുവത്തൂർ മട്ടലായിൽ ദേശീയപാതയുടെ ഭിത്തി ഇടിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയും വലിയ തോതിൽ ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ നിന്നും ചെമ്മട്ടവയലിലേക്ക് പോകുന്നിടത്ത് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു താണു. അർച്ചന രവീന്ദ്രനുണ്ട് കാസർഗോഡ് വിവരങ്ങളുമായി. അർച്ചന, കാസർഗോഡ് എവിടെയൊക്കെയാണ് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത്. കാസർഗോഡ് ചെറുവത്തൂരിലെ മട്ടലായിലാണ് അത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിലെ ഒരു മതിൽ, ഒരു ഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് നമ്മൾ നേരിട്ട് കണ്ട ദൃശ്യങ്ങളായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും സമാനമായ സംഭവം അവിടെ ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഒരാളടക്കം, അന്യസംസ്ഥാന തൊഴിലാളിയടക്കം മരിച്ച ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിൽ വലിയൊരു അപകട ഭീഷണിയിൽ തന്നെയാണ് മട്ടലായി ആ ഒരു പരിസര പ്രദേശത്തുള്ളവർ എന്ന് തന്നെ നമുക്ക് വേണ്ടി പറയാം. 50ഓളം കുടുംബങ്ങൾ ആ സമീപ പ്രദേശങ്ങളായി താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ആശങ്കയിലാണ്. ഇത്തരത്തിൽ ഈ ഒരു കാലവർഷം തുടങ്ങുന്നതേ ഉള്ളൂ. ഇനിയും 3-4 ദിവസം കൂടെ ഇത്തരത്തിൽ വലിയൊരു മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു വലിയൊരു അപകടം തന്നെ ആ ഒരു പ്രദേശത്ത് ഉണ്ടാവുമെന്നുള്ളതാണ് അവിടെയുള്ള ആളുകളടക്കം നമ്മളോട് വ്യക്തമാവുന്നു. അതേസമയം തന്നെ കാഞ്ഞങ്ങാട് ദേശീയപാതയിലും സർവീസ് റോഡും ഇടിഞ്ഞൊരു സംഭവം ഇന്നുണ്ടായിരുന്നു. ദേശീയപാതയിലെ മാവുങ്കാലിൽ നിന്ന് ചെമ്മട്ടമ്പയിലേക്ക് പോകുന്നിടത്താണ് അപകടം സംഭവിച്ചതും. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് അപകടം സംഭവിച്ചത്. കാര്യമായിട്ട് ആ ഒരു സമയത്ത് ആളുകൾ അല്ലെങ്കിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാത്തതിനാൽ അത്തരത്തിൽ അതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്ന് അർച്ചന റിപ്പോർട്ട് ചെയ്യുകയാണ്.